നമ്മുടെ കടയുടെ ബാക്കിലായിട്ട് ചേരുമ്പഴത്തിൻ്റെ ഒരു മരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പോകുമ്പോൾ തന്നെ നല്ല പഴുത്ത് നിൽക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത്? ഞങ്ങളുടെ അവിടെ ചേരുമ്പഴം എന്നാണ്. ഓരോ ഭാഗത്ത് അണ്ടിപ്പഴം എന്നും പറഞ്ഞു വാങ്ങുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. ഞങ്ങളെ ചേരുമ്പഴം എന്നാണ് പറയുക. അപ്പോൾ ഇത് ശരിക്കും നല്ലോണം പഴുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ അതിൻ്റെ കറക്കി വലിയ ഒരു ഇതില്ലാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ തട്ടുമ്പോഴത്തേനും കാറും. പക്ഷെ ഞങ്ങളൊരു നല്ല പഴം മാത്രമാണ് നമുക്കിത് അങ്ങനെ എടുത്ത് അതേപോലെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിൽ മുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ടാണ് ഞങ്ങൾ കഴിക്കുക. ഇത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു കേട്ടോ. സ്കൂളിൽ പോയി വരുന്ന വഴിക്കൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പെറുക്കിയിട്ട് വന്ന് അതിൽ അണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് അത് ഒരുമിച്ച് ചുട്ടിട്ടാണ് ഉമ്മമ്മ അണ്ടിപ്പുട്ടൊക്കെ ഉണ്ടാക്കി തരാം കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ശരിക്കും ഇത് കിട്ടിയപ്പോൾ ഞാനിതാ വേഗം കൊണ്ടുവന്ന് കഷ്ണം മുറിച്ച് നമ്മൾ ഉപ്പുമുളകൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ്. പക്ഷെ തൊണ്ടയ്ക്ക് ചെറിയ കാറിലുണ്ട് കേട്ടോ, എനിക്കിപ്പോഴും അത് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് കഴിക്കാനായിട്ട് പോയ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ലവ് ബേർഡ്സിൻ്റെ കൂടിന് മുകളിൽ നമ്മുടെ തക്കടുവിൻ്റെ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂടി ഒന്ന് കൊതിപ്പിക്കാന്നുള്ള ലെവലിൽ തന്നെയാണ് മുറ്റത്ത് പോയിരുന്ന് കഴിച്ചത്. പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ തക്കുടു വേഗം വന്ന് അടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നൊരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ തക്കുടുവിനൊക്കെ കൊടുത്ത് നോക്കി. അപ്പോൾ തക്കുട് വേഗം തിന്നാൻ കണ്ടു കഴിഞ്ഞാൽ വേഗം മേടിക്കും. എന്നിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് പറ്റിയില്ലെങ്കിൽ എടുത്ത് കളയുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം മേടിച്ച് നോക്കി അവൾ കയ്യിൽ വെച്ചു. പക്ഷെ അവൾക്ക് അതിലെ ഉപ്പും ആ ഒരു ടേസ്റ്റ് അവൾക്ക് പറ്റിയിട്ടുണ്ടായില്ല. അവൾ അപ്പം തന്നെ അതിനെ താഴെ ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ കഴിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു അത്രയും നേരം. വേറെയും കാക്കകളുണ്ടായിരുന്നു അവിടെ. പക്ഷെ നമ്മുടെ തക്കുടു ഭയങ്കര ഡിമാൻഡായിരിക്കണം കേട്ടോ. ഇപ്പം ആദ്യത്തെ പോലെ ഒന്നും അല്ല. ഇപ്പം തിന്നണ പാത്രം കണ്ടപ്പോൾ വേഗം അടുത്ത് വന്നിരുന്നു. പിന്നെ അങ്ങനെ എടുത്ത് കൊക്കിൽ പിടിച്ചൊക്കെ പറ്റാതെ ഇപ്പോൾ അവളതിനെ എടുത്ത് താഴെ ഇട്ടിട്ട് എന്നെ നോക്കിയും കൊണ്ട് നിൽക്കുകയാണ് അവിടെ.